നാരായണ ഗുരുസ്വാമികൾ മാത്രമല്ല, കേരളത്തിലെ അടിത്തട്ട് സമുദായങ്ങളിൽ നിന്നും അടിത്തട്ട് സമൂഹങ്ങളിൽ നിന്നും ഉയർന്നു വന്ന മഹാത്മാ അയ്യങ്കാളിയാവട്ടെ, പൊയ്കയിൽ അപ്പച്ചനാവട്ടെ, ഇവരൊക്കെ തന്നെ വൈകുണ്ഠസ്വാമികളാവട്ടെ, ഇവരൊക്കെ തന്നെ അടിസ്ഥാനപരമായി നിർവഹിച്ച ഒരു ചരിത്രപരമായ കർത്തവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ന് വിവാദത്തിലകപ്പെട്ടിരിക്കുന്ന സനാതന ധർമ്മത്തെ സമ്പൂർണ്ണമായി തിരസ്കരിച്ചു എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ ഒരു പൊതുവഴിയിലൂടെ നടക്കണം. പൊതുവഴിയിലൂടെ നടക്കാൻ എങ്ങനെ സാധിക്കും? തിരുവിതാംകൂർ ഒരു സവർണ ഹിന്ദു രാഷ്ട്രമായിരുന്നു. ആ സവർണ ഹിന്ദു രാഷ്ട്രത്തിൽ നിലനിന്ന എന്താണ്? സവർണ ഹിന്ദു രാഷ്ട്രത്തിൽ നിലനിന്നത് സനാതന ധർമ്മ വ്യവസ്ഥയായിരുന്നു എന്നുള്ളതാണ്. ഉള്ളൂര് വ്യവഹാരമാലയുടെ ഒരു പതിപ്പ് പ്രസിദ്ധീകരിക്കുന്ന സന്ദർഭത്തിൽ ഉള്ളൂര് ഈ വ്യവഹാരമാലയുടെ ആമുഖത്തിൽ പറയുന്നത്, തിരുവിതാംകൂർ ധർമ്മരാജ്യം, ആ ധർമ്മം സനാതന ധർമ്മമാണെന്ന് നമ്മൾ വീണ്ടും ഓർക്കേണ്ടതുണ്ട്. തിരുവിതാംകൂർ ധർമ്മരാജ്യം വ്യവഹാരമാലയെ ഈ തിരുവിതാംകൂറിനെ ഭരണഘടനയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ വ്യവഹാരമാലയുടെ പതിപ്പിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതനുസരിച്ച് വ്യവഹാരമാല അനുസരിച്ചുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നോക്കിയാൽ മഹാത്മാ അയ്യങ്കാളിയും പൊയ്കയിലപ്പച്ചനും ഒക്കെ എങ്ങനെയാണ് സനാതന ധർമ്മത്തിനെതിരായി പ്രവർത്തിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വ്യവഹാരമാലയിൽ പറയുന്നത്, ഒരു കീഴാള ജാതിക്കാരൻ അല്ലെങ്കിൽ ശൂദ്രൻ, വൃഷലൻ എന്നാണ് വ്യവഹാരമാല പറയുന്നത്. ഒരു വൃഷലൻ സവർണജാതിയിൽപ്പെട്ട ഒരു ബ്രാഹ്മണനോട് സഹാസനം അഭിപ്രേപ്സ്യ ഒരുമിച്ചൊരു കസേരയിൽ ഇരുന്നാൽ ഈ വൃഷലൻ്റെ പൃഷ്ഠം ഛേദിച്ച് കളയണമെന്നാണ് വ്യവഹാരമാല പറയുന്നത്. മറ്റൊന്നൊരു ബ്രാഹ്മണ സ്ത്രീ ശൂദ്രനുമായി വിവാഹം കഴിക്കുകയോ ബ്രാഹ്മണ സ്ത്രീ ശൂദ്രനെ പ്രാപിക്കുകയോ ചെയ്താൽ ഈ ബ്രാഹ്മണ സ്ത്രീയുടെ യോനി പട്ടിയെ വിട്ട് കടിപ്പിക്കണമെന്നാണ് വ്യവഹാരമാല എഴുതിയിരിക്കുന്നത്. അവിടം കൊണ്ട് കഴിഞ്ഞില്ല. ഈ ബ്രാഹ്മണ സ്ത്രീയെ നഗ്നയാക്കി അവരുടെ ശരീരം മുഴുവൻ നെയ്യും തേനും ചെളിയും ഒരുമിച്ച് തേച്ച് പിടിപ്പിച്ച് അവരെ നഗരപ്രദക്ഷിണം ചെയ്യിക്കണമെന്നും ഈ ബ്രാഹ്മണ സ്ത്രീയെ പ്രാപിച്ച ഈ ശൂദ്രനെ തീയിലിട്ട് ചുട്ടുകളയണമെന്നും വ്യവഹാരമാല പറഞ്ഞു വെക്കുന്നു. മറ്റൊരു രസകരമായ കാര്യം, നീതി വിധിക്കേണ്ടത് അല്ലെങ്കിൽ വ്യവഹാരങ്ങൾ നടത്തേണ്ടത് രാജാവായ ക്ഷത്രിയനായ രാജാവിൻ്റെ അഭാവത്തിൽ ഒരു ബ്രാഹ്മണനായിരിക്കണം എന്നുകൂടി വ്യവഹാരമാല പറഞ്ഞു വെക്കുന്നു. അപ്പം ഇങ്ങനെ നോക്കിയാൽ ആളുകൾക്ക് പൊതുവഴിയിൽ കൂടി നടക്കുന്നതിനോ സഹഭോജനം നടത്തുന്നതിനോ വ്യത്യസ്ത ജാതി മതവിഭാഗങ്ങളിൽപ്പെട്ട വിവാഹം കഴിക്കുന്നതിനോ ഒരുമിച്ച് ജീവിക്കുന്നതിനോ സ്നേഹവും സാഹോദര്യവും പങ്കിടുന്നതിനോ ഒന്നും തന്നെ വ്യവഹാരമാല അനുവദിക്കുന്നില്ല, സനാതനധർമ്മം അനുവദിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സനാതനധർമ്മത്തെ ലംഘിച്ചുകൊണ്ടാണ് മഹാത്മാ അയ്യങ്കാളി വില്ലുവണ്ടി പായിച്ച് പൊതുവഴിയിലൂടെ നടന്നത്. അങ്ങനെ കേരളത്തിൽ പൊതുവഴി സൃഷ്ടിക്കപ്പെടുന്നത്. കാരണം സനാതനധർമ്മ സങ്കല്പം അനുസരിച്ച് എല്ലാവരും പൊതുവഴിയിൽ കൂടി നടക്കാൻ പാടില്ല. രണ്ട്, സനാതനധർമ്മം എന്ന് പറയുന്ന ചാതുർവർണ്ണീയ വർണ്ണാശ്രമ സങ്കല്പം മനുഷ്യത്വം തന്നെ അംഗീകരിക്കുന്നില്ല. മനുഷ്യനാണ്, പൗരനാണ് എന്ന സങ്കല്പം തന്നെ അംഗീകരിക്കുന്നില്ല. അവർക്ക് ഭൂമി വേണമെന്നുള്ള കാര്യം അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് മഹാത്മാ അയ്യങ്കാളിക്ക് ഭൂമി നൽകുന്നതിനെപ്പറ്റി, കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനെ പറ്റിയൊക്കെ തന്നെ നിരന്തരം പോരാടേണ്ടി വരുന്നത്. മഹാത്മാ അയ്യങ്കാളി ഒരു വിദ്യാലയം സ്ഥാപിക്കുമ്പോൾ, പഞ്ചമിയും കൊണ്ട് വിദ്യാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ വിദ്യാലയം അഗ്നിക്കിരയാക്കിയത് സനാതനധർമ്മത്തിൻ്റെ വക്താക്കളാണ്. സനാതന വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥയുടെ വക്താക്കളാണ് യഥാർത്ഥത്തിൽ അന്ന് ഈ അഗ്നിക്ക് ആ വിദ്യാലയം ഇരയാക്കിയത് എന്നുള്ള കാര്യം ഇന്നത്തെ ചരിത്ര സന്ദർഭത്തിൽ നാം മറന്നുകൂടാ. കല്ലേയും മാലയും ഉപേക്ഷിച്ച്, കീഴാള സ്ത്രീകൾ ഉപേക്ഷിച്ചപ്പോൾ അതിന് തടയിട്ടുകൊണ്ട് അവരുടെ വീടുകൾ ആക്രമിച്ച് കീഴടക്കുകയും അഗ്നിക്കിരയാക്കുകയും ചെയ്തത് അന്നത്തെ സനാതനധർമ്മത്തിൻ്റെ വക്താക്കളായിരുന്നു. നങ്ങേലിയുടെ മാരുടെ മരിഞ്ഞു കളയാൻ പ്രേരിപ്പിച്ചത് ഈ സനാതനധർമ്മത്തിൻ്റെ വക്താക്കളായിരുന്നു. തിരുവിതാംകൂർ രാജവംശം അടിസ്ഥാനപരമായി നിലനിന്നത് ഈ സനാതനധർമ്മ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലായിരുന്നു. എന്തുകൊണ്ടാണ് തിരുവിതാംകൂർ രാജവംശം ബ്രാഹ്മണർക്ക് മാത്രം ഊട്ടുകൊടുത്തത്? കാരണം സനാതന വർണ്ണാശ്രമ ധർമ്മം അനുസരിച്ച് ബ്രാഹ്മണർ മാത്രമാണ് അന്നം ശ്രേഷ്ഠമായി വാങ്ങേണ്ടവർ. അല്ലെങ്കിൽ അന്നദാനം എന്ന് പറയുന്നൊരു സങ്കല്പം തന്നെ ബ്രാഹ്മണരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്.
ഇങ്ങനെ എല്ലാവിധത്തിലും സവർണ കേന്ദ്രീകൃതമായ ഒരു തിരുവിതാംകൂർ ഹിന്ദു രാഷ്ട്രം നിലനിന്നത് ഈ സനാതന ധർമ്മവ്യവസ്ഥയെ ഉറപ്പിച്ചുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സനാതന ധർമ്മ വ്യവസ്ഥയ്ക്കെതിരായിട്ടാണ് മഹാത്മാ അയ്യങ്കാളിയുടെ ഓരോ പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ വിദ്യാലയ സ്ഥാപനം, സാധുജനം എന്ന് പറയുന്ന സങ്കല്പത്തിൽ അടിസ്ഥാനപരമായ ഒരു സംഘടന ഉണ്ടാക്കിയത്, അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മറ്റു പ്രവർത്തനങ്ങൾ, ഇതെല്ലാം തന്നെ അടിസ്ഥാനപരമായി സനാതന വർണ്ണാശ്രമ ധർമ്മ സങ്കല്പത്തിന് എതിരായുള്ള വിപ്ലവങ്ങളായിരുന്നു. അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾ അവർക്ക് അവകാശങ്ങളുണ്ട് എന്നുള്ള സങ്കല്പം സനാതന ധർമ്മ വ്യവസ്ഥ അംഗീകരിക്കുന്നില്ല. ഊഴിയം, വേല മുതലായവ പരിശോധിച്ചാൽ നമുക്കറിയാം, ഈ അധ്വാന ജനവിഭാഗങ്ങളുടെ അധ്വാനം വളരെ സൗജന്യമായി കൈക്കലാക്കുക, യാതൊരു വിധത്തിലുള്ള പ്രതിഫലവും അവർക്ക് നൽകാതിരിക്കുക, അന്തസ്സും ആത്മാഭിമാനമുള്ള ജീവിതം അടിത്തട്ട് സമൂഹങ്ങൾക്ക് നൽകാതിരിക്കുക, ഇങ്ങനെ മനുഷ്യാന്തസ്സിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു വ്യവസ്ഥയുടെ പേരാണ് സനാതന വർണ്ണാശ്രമ ധർമ്മം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സനാതന വർണ്ണാശ്രമ ധർമ്മത്തിനെതിരായിട്ടാണ് മഹാത്മാ അയ്യങ്കാളി രംഗത്ത് വരുന്നത്. പൊയ്കയിൽ അപ്പച്ചൻ്റെ അടിമ സങ്കല്പം, പൊയ്കയിൽ അപ്പച്ചൻ മുന്നോട്ട് വെച്ച ആത്മീയ സങ്കല്പങ്ങൾ, ഇതെല്ലാം തന്നെ സനാതന വർണ്ണാശ്രമ ധർമ്മ സങ്കല്പത്തിനെതിരായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ അടിത്തട്ട് സമൂഹത്തിലെ വിപ്ലവകാരികൾ ഒക്കെ തന്നെ ഈ സനാതന വർണ്ണാശ്രമ ധർമ്മത്തെ എതിരായി വലിയ കലാപങ്ങളും സമരങ്ങളും വിപ്ലവങ്ങളും നടത്തിക്കൊണ്ടാണ് കേരളത്തെ ഒരു ജനായത്ത സമൂഹമായി മാറ്റിയെടുത്തത് എന്നുള്ളതാണ് ചരിത്രപരമായ ഒരു കാര്യം. ഇന്ത്യയുടെ ഒരു സാംസ്കാരിക പാരമ്പര്യം ആഴത്തിൽ നിലീനമായിരിക്കുന്നത് ചാതുർവർണ്ണ്യത്തിലും ജാതിബദ്ധമായ വർണ്ണാശ്രമ ധർമ്മത്തിലുമാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെ ഈ ജാതി ധർമ്മവും ചാതുർവർണ്ണയവും വിട്ട് ഉള്ള ഒരു കാര്യവും ഇന്ത്യയിൽ നിലനിൽക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും, രാഷ്ട്രീയവും സംസ്കാരവും സാമൂഹ്യ ജീവിതവും എല്ലാം തന്നെ ഈ ചാതുർവർണ്ണയവുമായി ആഴത്തിൽ നിലീനമായിരിക്കുന്നു. അതിൽ നിന്ന് ആർക്കും വിടുതിയില്ല എന്നുള്ളതാണ് സത്യം. അതിൽ നിന്നുള്ള മോചനം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഭരണഘടന തന്നെ സൃഷ്ടിച്ചത്. കാരണം സാഹോദര്യം എന്ന് പറയുന്ന സങ്കല്പം, സമത്വം എന്ന് പറയുന്ന സങ്കല്പം, ഇതൊക്കെ തന്നെ ഇന്ത്യക്ക് അന്യമായിരുന്നു. ഇന്ത്യക്ക് അപ്രാപ്യമായൊരു സങ്കല്പമായിരുന്നു സാഹോദര്യവും സമത്വവും എന്നൊക്കെ പറയുന്നത്. നമ്മൾ പൊതുവേ ഈ സംസ്കൃത ഗ്രന്ഥങ്ങളിലെയോ ഉപനിഷത്തുകളിലെയോ ഒക്കെ വാക്യങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് തത്വമസിയും അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈ തത്വമസി മുതലായ സങ്കല്പങ്ങൾ പറയുന്ന ഗ്രന്ഥങ്ങൾ തന്നെ, ഉപനിഷത്തുകളിൽ തന്നെയാണ് ചണ്ടാളർ യാഗശാലയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഇപ്പോഴും ഈ സങ്കല്പങ്ങളിൽ നിന്നൊന്നും ഇന്ത്യ മുക്തമായിട്ടില്ല എന്ന് തെളിയിക്കുന്ന നിരവധി സന്ദർഭങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിരവധി സന്ദർഭങ്ങൾ ഇപ്പോൾ സംജാതമായിക്കൊണ്ടിരിക്കുന്നു. അതിലൊന്നാണ് ഉദയനിധി സ്റ്റാലിൻ ഈ സനാതന ധർമ്മം നിർവീര്യമാക്കണം, അത് എതിർക്കപ്പെടേണ്ടത് എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, അത് സമ്പൂർണ്ണമായി കൈയൊഴിയേണ്ട, സമ്പൂർണ്ണമായി നിർവീര്യമാക്കേണ്ട ഒന്നായിട്ടാണ് ഉദയനിധി സ്റ്റാലിൻ അത്തരം ഒരു പരാമർശം നടത്തുന്നത്. പക്ഷേ ആ വിവാദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്ത അലവലികൾ പരിശോധിക്കുമ്പോൾ ഈ സനാതന ധർമ്മം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ ഭൂരിപക്ഷത്തെ, ഒരർത്ഥത്തിൽ ഏകാത്മകമായൊരു രാഷ്ട്രീയ ഭൂരിപക്ഷത്തെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന സൃഷ്ടിക്കപ്പെടുമ്പോൾ, അത് അവതരിപ്പിക്കപ്പെടുമ്പോൾ അടിസ്ഥാനപരമായി ഇന്ത്യയിൽ നിലനിൽക്കുന്ന ചാതുർവർണ്ണയം ഉൾപ്പെടെയുള്ള ജാതി വ്യവസ്ഥ ഉൾപ്പെടെയുള്ള ഫ്യൂഡൽ നാടിവാഴിത്ത വ്യവസ്ഥകളെ എല്ലാം തന്നെ സമ്പൂർണ്ണമായി തിരസ്കരിച്ചുകൊണ്ടാണ് അത് നിലവിൽ വന്നത്. പക്ഷേ നമ്മളിപ്പോൾ അടുത്തിടെ കാണുന്നു, ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു ചെങ്കോല് സ്ഥാപിക്കപ്പെടുകയാണ്. സത്യത്തിൽ ആ ചെങ്കോൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിലാണ് സ്ഥാപിക്കപ്പെട്ടത് എന്നുള്ളതാണ് സത്യം. ഇന്ത്യൻ ഭരണഘടനയെ നിർവീര്യമാക്കാനുള്ള ചെങ്കോലാണ് പാർലമെൻറ്റിൽ സ്ഥാപിക്കപ്പെട്ടത്. കാരണം ചെങ്കോൽ എന്നുള്ളതൊരു ഫ്യൂഡൽ നാടുവാഴി മേധാവിത്വത്തിൻ്റെയും ബ്രാഹ്മണ്യത്തിൻ്റെയും പ്രതീകമാണ്. അത് പാർലമെൻറ്റിൽ സ്ഥാപിക്കപ്പെട്ടതോടുകൂടി ഇന്ത്യൻ ഭരണഘടനയ്ക്കുപരിയായി ഈ ചെങ്കോൽ സ്ഥാപിക്കപ്പെടുന്നു എന്നുള്ളതാണ്. എന്താണ് ചെങ്കോൽ അർത്ഥമാക്കുന്നത്? ചെങ്കോൽ ഒരു ഏകാധിപതിയെ മുന്നോട്ട് വെക്കുന്നു. ആ ഏകാധിപതിയുടെ ശാസനകൾ എല്ലാവരും അനുസരിക്കേണ്ടതാണ് എന്നാണ് ആ ചെങ്കോൽ അർത്ഥമാക്കുന്നത്. പക്ഷേ ഇന്ത്യൻ ഭരണഘടന അത്തരം ഏകാധിപത്യ പ്രവണതകളെല്ലാം സമ്പൂർണ്ണമായി തിരസ്കരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അതിലൂടെ തന്നെ ഈ മതവും രാഷ്ട്രീയവും തമ്മിൽ എത്രമാത്രം അഗാധമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും അത് എന്തെന്ത് പ്രതിഭാസങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയിൽ സംജാതമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുമൊക്കെ തെളിയുന്നുണ്ട്. ഇത് മാത്രമല്ല, ഈ ചെങ്കോലിനോടനുബന്ധിച്ച് തന്നെ നടക്കുന്ന വിവിധ കാര്യങ്ങൾ,
ഹോമവും യജ്ഞവും പാർലമെൻറ്റ് ഹൗസിൻ്റെ ഉദ്ഘാടനത്തിൽ വലിയ ഹോമവും യജ്ഞവും ഒക്കെയാണ് നടന്നത്. ഒരു ക്ഷേത്രം സ്ഥാപിക്കപ്പെടുമ്പോൾ നടക്കുന്ന പലതരത്തിലുള്ള ചടങ്ങുകൾ പാർലമെൻറ്റ് ഹൗസിൻ്റെ ഉദ്ഘാടന സന്ദർഭത്തിൽ നടക്കുന്നു. അതിൻ്റെ ശിലപാകുമ്പോൾ സംഭവിക്കുന്നു. ഇതൊക്കെ തന്നെ നമ്മുടെ രാജ്യം ഒരു ജനായത്ത ഒരർത്ഥത്തിൽ പറഞ്ഞ ഭരണഘടനാ ജനായത്ത വ്യവസ്ഥയ്ക്ക് എതിർദിശയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന, അത് ഫ്യൂഡൽ നാടുവാഴിത്ത വ്യവസ്ഥയ്ക്ക് അനുസൃതമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമായി ഇന്ത്യയിലെ ജനായത്ത വ്യവസ്ഥ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ജനായത്തത്തിനുപരിയായി സനാതന ധർമ്മത്തെ പുൽകുന്ന ഒന്നായി ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഇന്ത്യ മുന്നണി സനാതന ധർമ്മ വ്യവസ്ഥയ്ക്കെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നതിലൂടെ ഹിന്ദുത്വവാദികൾ ഉദ്ദേശിക്കുന്നത് ജനായത്ത വ്യവസ്ഥയെക്കാളിലും ശ്രേഷ്ഠമാണ് സനാതന ധർമ്മം എന്നുള്ളതാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ തന്നെ വ്യത്യസ്ത ഗ്രന്ഥപാഠങ്ങൾ, ഋഗ്വേദം ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങൾ, മഹാഭാരതം ഉൾപ്പെടെയുള്ള ഇതിഹാസ പുരാണ പാഠങ്ങൾ, ഇതൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ ധർമ്മം എന്നുള്ളത് ചാതുർവർണ്ണീയ വർണ്ണാശ്രമ ധർമ്മമാണ് എന്ന് എല്ലാ ഗ്രന്ഥപാഠങ്ങളും വളരെ കൃത്യമായി സ്പഷ്ടമായി വെളിവാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവർ വ്യക്തമാക്കണം, സനാതനധർമ്മം എവിടെയാണ് സമത്വത്തെ അംഗീകരിക്കുന്നത്, സാഹോദര്യത്തെ അംഗീകരിക്കുന്നത്, മനുഷ്യതുല്യതയെ അംഗീകരിക്കുന്നത്, മനുഷ്യാന്തസ്സിനെ അംഗീകരിക്കുന്നതെന്ന് അതിൻ്റെ വക്താക്കൾ തന്നെ, സനാതനധർമ്മത്തിൻ്റെ വക്താക്കൾ തന്നെ വ്യക്തമാക്കണം. അതുകൊണ്ട് തന്നെ സനാതന വർണ്ണാശ്രമ ധർമ്മത്തിൻ്റെ സൃഷ്ടാക്കൾ അല്ലെങ്കിൽ അതിൻ്റെ വക്താക്കൾ ശ്രമിക്കുന്നത് ഇന്ത്യയിലെ ജനാധിപത്യത്തെ തന്നെ സമ്പൂർണ്ണമായി കടപുഴക്കി എറിയുക എന്നുള്ളതാണ്. വാസ്തുവിദ്യാ ഗുരുകുലം നടത്തിയ ഒരു സെമിനാറിൽ ഒരു വനിത അവകാശപ്പെട്ടത് വാസ്തുവിദ്യ ശരിയായി പരിപാലിക്കാത്തത് കൊണ്ടാണ്, ശരിയായി അത് വാസ്തുവിദ്യയുടെ ശാസ്ത്ര മുറകൾ അനുഷ്ഠിക്കാത്തത് കൊണ്ടാണ് നിയമസഭയിൽ എന്നും വഴക്കും വക്കാണവും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഇതിൽ നിന്നും തെളിഞ്ഞു കിട്ടുന്നൊരു കാര്യം, കേരളത്തിൻ്റെ അക്കാദമിക സമൂഹം ആഴത്തിൽ വലത്തുപക്ഷവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തം കൂടിയാണിത്. കാരണം വാസ്തുവിദ്യയുമായി ബന്ധപ്പെട്ട ആഴത്തിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാവുന്ന ആളുകൾ ഉണ്ടായിരിക്കുകയാണ് വാസ്തുവിദ്യയെ സംബന്ധിച്ച ഇത്തരം പരാമർശങ്ങൾ ഉടലെടുക്കുന്നത് എന്ന് ഗൗരവമായി തന്നെ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. രണ്ട് പ്രശ്നങ്ങൾ ഇതിൽ അന്തർലീനമായിരിക്കുന്നുണ്ട്. ഒന്ന്, എന്താണ് വാസ്തു ഗ്രന്ഥങ്ങൾ അടിസ്ഥാനപരമായി മുന്നോട്ട് വെക്കുന്ന ആശയം? അതിലൊന്ന്, ചാതുർവർണ്ണയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കെട്ടിട നിർമ്മാണങ്ങൾ നടത്തണം എന്നുള്ള സങ്കല്പമാണ് വാസ്തുവിദ്യാ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ മുന്നോട്ട് വെക്കുന്നത്. മനുഷ്യാല ചന്ദ്രികയിൽ സൂചിപ്പിക്കുന്നത് ബ്രാഹ്മണ ഭൂമിയുടെ ലക്ഷണം പറയുന്നുണ്ട്. ആ ലക്ഷണം അനുസരിച്ചുള്ള ഭൂമിയിൽ ബ്രാഹ്മണൻ മാത്രമേ വസിക്കാവൂ. ശൂദ്ര ലക്ഷണമുള്ള ഭൂമിയുണ്ട്, വൈശ്യ ലക്ഷണമുള്ള ഭൂമിയുണ്ട്. ഇങ്ങനെ ഭൂമിയെ തന്നെ ചാതുർവർണ്ണയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്നു. മയമതം മുതലായ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് ഓരോ വർണ്ണത്തിൽപ്പെട്ടവരും താമസിക്കേണ്ട ഇടങ്ങളെപ്പറ്റി അത് സൂചിപ്പിക്കുന്നു. ഒരു വീടിൻ്റെ കതവ് പണിയും വാതിൽ നിർമ്മിക്കുമ്പോൾ പോലും അത് വളരെ കൃത്യമായി ജാതി തിരിച്ചറിയുന്ന വിധത്തിലായിരിക്കണമെന്ന് മയമതം ശഠിക്കുന്നു. ബ്രാഹ്മണ ഗ്രഹത്തിൻ്റെ വാതിലിൻ്റെ ലക്ഷണവും ശൂദ്രഗ്രഹത്തിൻ്റെ വാതിലിൻ്റെ ലക്ഷണവും വളരെ കൃത്യമായി വ്യവച്ഛേദിച്ച് വേർതിരിച്ചാണ് മയമതം പറയുന്നത്. ഇങ്ങനെ ഒരു വീട് നിർമ്മിക്കുമ്പോൾ പോലും വളരെ കൃത്യമായി ജാതി പരിപാലിക്കുന്ന ഗ്രന്ഥങ്ങളാണ് വാസ്തുവിദ്യാ ഗ്രന്ഥങ്ങൾ എന്ന് നമുക്ക് ഈ മനുഷ്യാലയ ചന്ദ്രിക, മയമതം മുതലായ എല്ലാ വാസ്തു ഗ്രന്ഥങ്ങളും നോക്കുമ്പോൾ കാണാം. വളരെ കൃത്യമായി ചാതുർവർണ്ണയം പരിപാലിക്കുന്ന, ചാതുർവർണ്ണയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാസ്തുനിവേശം നടത്തുന്നതായിട്ടാണ് നമുക്ക് ഈ വാസ്തുവിദ്യാ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ ബോധ്യപ്പെടുന്നത്. കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിലും രാജനിവേശനം എന്ന് പറയുന്ന വാസ്തുപദത്തെ പറ്റിയൊക്കെ വിവരിക്കുന്ന രാജനിവേശനം എന്ന് പറയുന്ന അധ്യായത്തിൽ പറയുന്നത്, രാജാവ് ഒരു നഗരം നിർമ്മിക്കുമ്പോൾ ചണ്ടാലാനാം ശ്മശാനാന്തേ വാസഃ, ചണ്ടാളന്മാരെ ശ്മശാനത്തോട് ചേർന്നുള്ള സ്ഥലത്ത് മാത്രമേ വസിപ്പിക്കുക. അവരെ ഒരിക്കലും നഗരത്തിനുള്ളിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല, അവരെ ഗ്രാമത്തിനുള്ളിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന് കൗടില്യൻ്റെ അർത്ഥശാസ്ത്രം തന്നെ വ്യക്തമാക്കുന്നു. ഇങ്ങനെ നോക്കിയാൽ ഓരോ തടിയും തിരഞ്ഞെടുക്കുമ്പോൾ, ഓരോ വീട് നിർമ്മിക്കാനുള്ള ഓരോ വസ്തുക്കളും തിരഞ്ഞെടുക്കുമ്പോൾ അതൊക്കെ തന്നെ ഈ ചാതുർവർണ്ണയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് അത് ഏത് വർണ്ണമാണ്, തടി ഏത് വർണ്ണമാണ് എന്ന് തിരഞ്ഞെടുത്ത് മാത്രമേ പണിയാവൂ എന്ന് പറയുന്ന ഒരു വാസ്തുസങ്കല്പമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ആ വാസ്തുസങ്കല്പം അനുസരിച്ച് നിയമസഭ പണിതില്ല എന്നുള്ളതല്ലേ നമ്മുടെ മഹത്വമായി തിരിച്ചറിയേണ്ടത്. ഈ വാസ്തുസങ്കല്പം അനുസരിച്ച് ചാതുർവർണ്ണയം നിലനിൽക്കുകയും അത് ജനായത്ത വ്യവസ്ഥയെ അട്ടിമറിക്കുകയും ചെയ്യും.
അപ്പോൾ ഇതിൽ നിന്നും വെളിവാകുന്നൊരു കാര്യം, വാസ്തു അനുസരിച്ച് നിയമസഭ പണിതില്ല എന്നതിലൂടെ അതിൻ്റെ വക്താക്കൾ അല്ലെങ്കിൽ വാസ്തുവിദ്യയുടെ വക്താക്കൾ, ഈ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്ന വക്താക്കൾ പറയാൻ ശ്രമിക്കുന്നത് ചാതുർവർണ്ണ്യം നിലനിൽക്കണമെന്നും ജാതി വ്യവസ്ഥ നിലനിൽക്കണമെന്നും അസമത്വ വ്യവസ്ഥ നിലനിൽക്കണമെന്നുമാണ് അതിൻ്റെ വക്താക്കൾ പറയാൻ ശ്രമിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, എങ്ങനെയാണ് വാസ്തു ഉണ്ടാകുന്നത്, എങ്ങനെയാണ് വാസ്തുവിദ്യ സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായി പരിശോധിക്കേണ്ട ഒരു വിഷയം. വാസ്തുവിദ്യ അടിസ്ഥാനപരമായി വാസ്തുവിദ്യ വിജ്ഞാനം, അതിൻ്റെ ശില്പശാസ്ത്രം, അതിൻ്റെ തടിപ്പണികൾ, അതിൻ്റെ കൽപ്പണികൾ, ഇതൊക്കെ തന്നെ കേരളത്തിലെ ഇന്ത്യയിലെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ പണിതെടുത്ത വിജ്ഞാനമാണ് ഈ വാസ്തുവിദ്യ വിജ്ഞാനം എന്ന് പറയുന്നത്. അതിലേക്ക് ഈ ചാതുർവർണ്ണ്യം കൂടെ ചേർത്ത് അതിനെ ബ്രാഹ്മണ്യം സ്വാംശീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. അങ്ങനെ ബ്രാഹ്മണ്യം ഈ അടിത്തട്ട് സമൂഹങ്ങളുടെ വിജ്ഞാനത്തെ സ്വാംശീകരിച്ച് ചാതുർവർണ്ണ്യവും ജാതി വ്യവസ്ഥയുടെയും സിദ്ധാന്തങ്ങളുടെ അച്ചിലിട്ട് വാർത്താണ് ഈ മയമതവും മനുഷ്യാലയ ചന്ദ്രികയും മുതലായ ഗ്രന്ഥങ്ങൾ സൃഷ്ടിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വെളിവാക്കുന്നത് കേരളം സനാതനധർമ്മവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അതിലേക്ക് കൂടുതൽ ആഴത്തിൽ അതിന് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. രാഷ്ട്രീയമായി ഇടതുപക്ഷമായിരിക്കുമ്പോഴും സാംസ്കാരികമായും സാമൂഹികമായും ഒക്കെ തന്നെ വളരെ ആഴത്തിൽ വലതുപക്ഷവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായി കേരളം മാറുന്നതിൻ്റെ ഒരു പരിച്ഛേദമാണ് ഈ ഒരു തിരുവിതാംകൂറിലെ സവർണ രാഷ്ട്രത്തിൻ്റെ ഒരു പഴയ തലമുറയുടെ പുതിയൊരു പ്രതിനിധാനം വന്ന് വാസ്തുവിദ്യ അനുസരിച്ചല്ല നിയമസഭ പണിതതെന്നും അതുകൊണ്ട് വാസ്തുവിദ്യ അനുസരിച്ച് പണിതിരുന്നുവെങ്കിൽ അവിടെ വഴക്കും വക്കാണമൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു എന്നും പറയുന്നത്. ഇതിലൂടെ അവർ പറയാൻ ശ്രമിക്കുന്നത് അടിസ്ഥാനപരമായി ജനാധിപത്യത്തിന് വിരുദ്ധമായൊരു ഫ്യൂഡൽ നാടുവാഴിത്ത മേധാവിത്വ നിലയിൽ വരണമെന്ന്. കാരണം ജനാധിപത്യമുള്ളൊരു സ്ഥലത്ത് ജനായത്ത വ്യവസ്ഥ നിലനിൽക്കുമ്പോൾ എതിർ ശബ്ദങ്ങൾ സ്വാഭാവികമാണ്. ഡോക്ടർ ബി ആർ അംബേദ്കർ തന്നെ ഭരണഘടനാ ധാർമ്മികതയെ സംബന്ധിച്ച് പറയുമ്പോൾ ശക്തമായ ഒരു പ്രതിപക്ഷം ജനാധിപത്യത്തിൻ്റെ ഉന്നതമായ ആദർശമാണ് എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വെളിവാക്കുന്നുണ്ട്. അപ്പോൾ ശക്തമായ പ്രതിപക്ഷം ഉണ്ടായിരിക്കുക എന്നുള്ളത് ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കാൻ അടിയന്തരമായ ഒരു ആവശ്യമായി അംബേദ്കർ തിരിച്ചറിയുന്നു. അപ്പോൾ ഇവരുടെ ഈ വാസ്തുവിദ്യയുടെ വക്താക്കളുടെ, ഈ വാസ്തുവിദ്യയുടെ ബ്രാഹ്മണ്യ വക്താക്കളുടെ ചിന്തനമനുസരിച്ച്, വിചാരധാര അനുസരിച്ച് അങ്ങനൊരു പ്രതിപക്ഷം ഉണ്ടാകാൻ പാടില്ല, എതിർശബ്ദങ്ങൾ ഉണ്ടാകാൻ പാടില്ല. മുൻകാലത്തെ ഫ്യൂഡൽ നാടുവാഴിക്കാലത്ത് ഈ തമ്പ്രാൻ വ്യവസ്ഥ നിലനിൽക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർ അടിസ്ഥാനപരമായി ജനായത്ത വ്യവസ്ഥയ്ക്കെതിരാണ് എന്ന് ഇതിൽ നിന്ന് തന്നെ തെളിയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്കാദമിക സമൂഹം ഇത്തരക്കാരെ ക്ഷണിച്ചുകൊണ്ട് വരുന്നതിൽ ജാഗ്രത പുലർത്തിയില്ല എന്നും അതുപോലെ തന്നെ അക്കാദമിക സമൂഹം കൂടുതൽ വലത്തുപക്ഷവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയായി ഈ സന്ദർഭം വെളിവാകുന്നുണ്ട്. മറ്റൊന്ന്, ഈ കേരളത്തിൽ സനാതനധർമ്മ വർണ്ണാശ്രമ വ്യവസ്ഥ എത്രത്തോളം ശക്തമാണ് എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ശബരിമലയിലുണ്ടായ ഉണ്ണിയപ്പ വിവാദവും. കാരണം ഒരു ദളിത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാൾ ഉണ്ണിയപ്പത്തിൻ്റെ ടെൻഡറിൽ പങ്കെടുക്കുന്നു, അദ്ദേഹത്തെ ജാതി പറഞ്ഞ് ആക്ഷേപിക്കുന്നു എന്നാണ് വാർത്തകളിൽ നിന്നും മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തെളിഞ്ഞു കിട്ടുന്നൊരു കാര്യം, ഈ കേരളം പോലും, നവോത്ഥാനം ഉഴുതുമറിച്ച കേരളം പോലും ജാതി വ്യവസ്ഥയിൽ നിന്നും സനാതന വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥയിൽ നിന്നും മുക്തമായിട്ടില്ല എന്ന് തന്നെയാണ്. പൊതുവേ ഈ വാസ്തു വിവാദവും ഈ ഉണ്ണിയപ്പ വിവാദവും കേരളത്തിലെ മാട്രിമോണികളിലെ ജാതി തിരിച്ചുള്ള വിവാഹ കോളങ്ങളും ഇങ്ങനെ പലതരത്തിലുള്ള വിവാദങ്ങളൊക്കെ തന്നെ തെളിയിക്കുന്നത് കേരളവും പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ട് എന്നും പല വിധാനങ്ങളിൽ പലതരത്തിൽ സാംസ്കാരികമായ ബോധ്യങ്ങളിൽ സാമൂഹ്യമായ നമ്മുടെ വ്യവസ്ഥകളിൽ ഒക്കെ തന്നെ സനാതന വർണ്ണാശ്രമ ധർമ്മവ്യവസ്ഥ ആഴത്തിൽ പിടിമുറുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതിനെ മറികടന്നുകൊണ്ട് മാത്രമേ കേരളത്തിനൊരു ജനായത്ത സമൂഹമായി നിലനിൽക്കാനും വളരാനും പരിപോഷിക്കാനും കഴിയും. ധാരാളം വിപ്ലവകരമായ വാർത്തകൾ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഉദയനിധി സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ഈ സനാതനധർമ്മ വിവാദത്തിലൂടെ ഉയർന്നു വന്ന വ്യത്യസ്ത സംവാദങ്ങൾ. അതുകൂടാതെ ഇപ്പോൾ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ വന്നൊരു വാർത്ത, സ്ത്രീകളായ 3 സ്ത്രീകൾക്ക് പൂജാരിമാരായ അവിടെ നിയമനം ലഭിച്ചിരിക്കുന്നു. ഇങ്ങനെ വിപ്ലവകരമായ വളരെ പുരോഗമനാത്മകമെന്ന് കരുതാവുന്ന രീതിയിലുള്ള ധാരാളം വാർത്തകൾ, ധാരാളം സംഭവങ്ങൾ തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷേ അതിരിക്കെ തന്നെയാണ് തമിഴ്നാട്ടിൽ വലിയ രീതിയിലുള്ള ജാതി മതിലുകൾ, ഉന്നത ജാതി ശ്രേണിയിലുള്ളൊരു സ്ത്രീയെ
അടിത്തട്ട് സമൂഹത്തിലുള്ള ഒരു പുരുഷൻ വിവാഹം കഴിക്കുമ്പോഴുണ്ടാകുന്ന വലിയ അതിക്രമങ്ങൾ, അതുപോലെ തന്നെ വളരെ അടുത്തിടെ സംഭവിച്ച ഒരു ദളിത് സ്ത്രീ പാചകം ചെയ്യുന്നതിനോടുള്ള വിരോധ നിമിത്തം കുട്ടികളെ തന്നെ സ്കൂളിൽ നിന്ന് മാറ്റുമെന്നും ഒക്കെ പറഞ്ഞ് രക്ഷകർത്താക്കൾ വലിയ രീതിയിലുള്ള അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും വലിയ രീതിയിലുള്ള ചേരുതിരികൾ അവിടെ സംജാതമാവുകയും അവസാനം കളക്ടർ തന്നെ നേരിട്ട് എത്തി കുട്ടികളോടൊന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും തൊട്ടടുത്ത ദിവസം തന്നെ കനിമൊഴി അവിടെ എത്തി കുട്ടികളോടൊപ്പം ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ വാർത്താമാധ്യമങ്ങളിലൂടെ കാണുകയുണ്ടായി. അപ്പോൾ പൊതുവെ ഉന്നയിക്കപ്പെടുന്നൊരു ചോദ്യം, ഇതൊക്കെ സംഭവിക്കുന്ന വളരെ വിപ്ലവകരമായ ധാരാളം മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രത്തോളം ജാതി അസ്വസ്ഥത, ജാതി അസമത്വം, ജാതി ഭീകരത, ജാതിയുടെ ഹിംസാത്മകമായ രൂപങ്ങൾ എന്തുകൊണ്ടാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് ഉന്നയിക്കപ്പെടുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിന് നമ്മൾ വളരെ ആഴത്തിൽ, ഇതൊരു സങ്കീർണമായ ചോദ്യമാണ്, വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നവുമാണ്. ഒന്ന്, ഈ ബ്രാഹ്മണ്യത്തിനെതിരായ ഒരു കലാപം അത് ചിലപ്പോൾ വൈശ്യരിൽ നിന്നും അതുപോലെ തന്നെ ശൂദ്രരിൽ നിന്നും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കിയാൽ ഈ ഉദയനിധി സ്റ്റാലിൻ്റെയും മറ്റും നേതൃത്വത്തിലുണ്ടാകുന്ന ഈ ഒരു ബ്രാഹ്മണ്യത്തിനെതിരായ ഒരു വിമർശനത്തെ, ബ്രാഹ്മണ്യത്തിനെതിരായ കലാപങ്ങളെ വളരെ അടിത്തട്ട് സമൂഹത്തിലേക്ക് ചിലപ്പോൾ എത്തണമെന്നോ മറ്റ് സമൂഹങ്ങൾ, പ്രത്യേകിച്ച് OBC വിഭാഗങ്ങളോ മറ്റ് ഒക്കെ തന്നെ തൊട്ട് കീഴേ എന്ന് കരുതപ്പെടുന്ന ജാതി വിഭാഗങ്ങളോട് അങ്ങനെ പെരുമാറിക്കൊള്ളണമെന്നില്ല. ഇതൊരു ഇന്ത്യൻ സാമൂഹിക യാഥാർത്ഥ്യമാണ്. രാഷ്ട്രീയമായി നടക്കുന്ന സംഭവവികാസങ്ങൾ സാംസ്കാരികമായും സാമൂഹികമായും ചിലപ്പോൾ അത് പരിണമിക്കാൻ ചിലപ്പോൾ കാലങ്ങൾ എടുത്തേക്കാം എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം തെളിഞ്ഞു കിട്ടുന്നത്. ഒരു പ്രധാനപ്പെട്ട വിഷയം ഇതിനോട് ബന്ധിപ്പിച്ച് പറയേണ്ടത്, ഇന്ത്യയിലെ സാംസ്കാരിക ബ്രാഹ്മണ്യം അത്രത്തോളം ആഴത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടന സ്ഥാപിക്കുന്ന സമയത്തും അതുപോലെ തന്നെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എഴുതുമ്പോഴും അദ്ദേഹം പറയുന്നത്, അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, ജാതി നിർമൂലനം എന്നത് സംഭവിക്കണമെങ്കിൽ ഇനിയും 1000 ആണ്ടുകൾ എടുത്തേക്കാം എന്നുള്ളതാണ് ഡോക്ടർ BR അംബേദ്കർ അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാമൂഹ്യ മനോഭാവം എന്നുള്ളത് മാറിയെങ്കിൽ മാത്രമേ അതിന് പൊതുവായൊരു സമത്വ സമൂഹത്തിലേക്ക് എത്തിപ്പെടുകയുള്ളൂ. അതുകൊണ്ട് സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ വളരെ പുരോഗമനാത്മകമായിരിക്കുമ്പോഴും തമിഴ് ഭരണകൂടം വളരെ പുരോഗമനാത്മകമായ പല വിഷയങ്ങളും കൈക്കൊള്ളുമ്പോഴും പല നിലപാടുകൾ കൈക്കൊള്ളുമ്പോഴും സാമൂഹ്യമായി വളരെ ആഴത്തിൽ ബ്രാഹ്മണ്യം പിടിമുറുക്കിയിട്ടുള്ളൊരു സമൂഹം തന്നെയാണ് തമിഴ്നാടിൻ്റേതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് സാമൂഹ്യമായി കൂടി ഈ ബ്രാഹ്മണ്യത്തിനെതിരെ ഉള്ള ഒരു വലിയ വിപ്ലവം അവിടെ സംഭവിച്ചാൽ മാത്രമേ ഇതിനൊക്കെ ഒരു സ്ഥായിയായൊരു മാറ്റത്തിലേക്ക് എത്തിപ്പെടുകയുള്ളൂ. അതൊരു ഭരണകൂടത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, സാമൂഹികമായൊരു പ്രശ്നം കൂടിയാണ്. അത് ജനങ്ങൾ അത് ഏറ്റെടുക്കുകയും ഏതെങ്കിലും ഒരു സമൂഹം മാത്രമല്ല, വ്യത്യസ്ത ജനവിഭാഗങ്ങൾ അതിൽ ഏറ്റെടുത്ത് സാമൂഹികമായൊരു മനോഭാവത്തിൻ്റെ പരിവർത്തനം ഉണ്ടാകുന്നതിലൂടെ മാത്രമേ ഈ ജാതി വ്യവസ്ഥയെ സമ്പൂർണ്ണമായിട്ടും നിർവീര്യവൽക്കരിക്കാൻ കഴിയുകയുള്ളൂ. അതിൻ്റെ ഒരു അഭാവം തീർച്ചയായിട്ടും അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്ത്യ അടിസ്ഥാനപരമായി വൈവിധ്യങ്ങളുടെ ഒരു നാടാണ്. വൈവിധ്യപൂർണതയാണ് ഇന്ത്യയുടെ നാനാത്വത്തിൻ്റെ അടിസ്ഥാനം. അല്ലെങ്കിൽ നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ നമ്മൾ പൊതുവെ പറയാറുണ്ടെങ്കിലും വൈവിധ്യമാണ് ഇന്ത്യയുടെ ബഹുസ്വരതയുടെ അടിസ്ഥാനം. വൈവിധ്യമാണ് ബഹുസ്വര ഇന്ത്യയെ നിലനിർത്തുന്നത്, പരിപാലിക്കുന്നത്, സംരക്ഷിക്കുന്നത്. അടിസ്ഥാനപരമായി ഭരണഘടനാ ജനാധിപത്യം തന്നെ ഈ വൈവിധ്യത്തെ നിലനിർത്താൻ നിരന്തരം നമ്മോട് ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു ഏകാത്മക സത്തയിലേക്ക് ചുരുക്കി കെട്ടുന്നതിലൂടെ സംഭവിക്കുന്നത് ഈ നാനാത്വം എന്നുള്ളത്, വൈവിധ്യം എന്നുള്ളത് സമ്പൂർണ്ണമായി തകരാനിടയാക്കുന്നു എന്നുള്ളതാണ്. 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് അതിലേക്ക് വരാം. ഒന്ന്, അതിലെ സംവരണം എന്ന് പറയുന്നൊരാശയമാണ്. എന്താണ് സംവരണം എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത്? പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയുന്ന ആശയം അടിസ്ഥാനപരമായി മുന്നോട്ട് വെക്കുന്നത് ഈ വൈവിധ്യങ്ങളെ അംഗീകരിക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിലെ വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഇന്ത്യയിലെ രാഷ്ട്രീയത്തിലും ഇന്ത്യയിലെ സാമൂഹിക ഘടനകളിലും ഇന്ത്യയുടെ വ്യത്യസ്ത ഭരണകൂട സംവിധാനങ്ങളിലും ഒക്കെ തന്നെ ഈ പ്രാതിനിധ്യ ജനാധിപത്യത്തെ അംഗീകരിക്കുന്നതിന് വേണ്ടിയാണ് സംവരണം നടപ്പിലാക്കിയത്. ഇന്ത്യയിലെ ഏതൊക്കെ വ്യത്യസ്ത സമുദായങ്ങളുണ്ടോ ആ സമുദായങ്ങളുടെ എല്ലാം തന്നെ പ്രതിനിധാനം ഇന്ത്യയിലെ വ്യത്യസ്ത ഭരണ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് സംവരണ ജനാധിപത്യത്തിൻ്റെ, പ്രാതിനിധ്യ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനപരമായ ഫിലോസഫി അല്ലെങ്കിൽ ദർശനം. പക്ഷേ സംവരണം
സവർണ ചാതുർവർണ്ണയ സംവരണം നടപ്പിലാക്കിയതിലൂടെ സംഭവിച്ചത് ഈ വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്കുള്ള പ്രതിദാനത്തെ അത് തിരസ്കരിക്കുന്നു എന്നുള്ളതാണ്. പല നിലകളിൽ അത് തിരസ്കരിക്കുന്നു. അത് വിപുലമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്, ആനുഷംഗികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ വൈവിധ്യത്തെ അംഗീകരിക്കുകയും ഇന്ത്യയുടെ വൈവിധ്യത്തെ പ്രതിദാനം ചെയ്യുകയും ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ സവർണ സംവരണം നടപ്പിലാക്കിയതിലൂടെ ഈ പ്രാതിനിധ്യ ജനായത്വം തന്നെ സമ്പൂർണ്ണമായി ക്രമേണ ഇല്ലാതാകുന്ന ഒന്നായി തീരാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതൊരു പ്രശ്നം. അത് വൈവിധ്യങ്ങളെ നിരസിക്കുന്നു. സംവരണം അട്ടിമറിക്കപ്പെടുന്നതോടുകൂടി വൈവിധ്യങ്ങൾ നിരസിക്കപ്പെടുകയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഇത് പൊതുവെ തിരിച്ചറിയപ്പെടാത്തൊരു കാര്യമാണ്. ഇന്ത്യയിലെ വൈവിധ്യം നിലനിൽക്കണമെങ്കിൽ ഭരണകൂട സംവിധാനങ്ങളിൽ ഇന്ത്യ ഒരു ജനായത്ത രാഷ്ട്രമായി നിലനിൽക്കണമെങ്കിൽ സംവരണം നിലനിൽക്കുക എന്നുള്ളത് വളരെ പ്രാതിനിധ്യ ജനായത്വം നിലനിൽക്കുക എന്നുള്ളത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. പക്ഷേ സാമ്പത്തിക സവർണവാദികൾ ഈ കാര്യം പൊതുവെ തിരിച്ചറിഞ്ഞിട്ടില്ല. അവർ വൈവിധ്യത്തെപ്പറ്റി ചിലപ്പോൾ പറയുന്നുണ്ടാവാം, പക്ഷേ ആ വൈവിധ്യം നിലനിൽക്കേണ്ട അടിസ്ഥാനപരമായി പ്രാതിനിധ്യ ജനായത്വം എന്ന് പറയുന്ന ആശയത്തെ തിരസ്കരിച്ചുകൊണ്ടാണ് കേവലം ഈ വൈവിധ്യത്തെ മാത്രമായി പറയുന്നത്. വൈവിധ്യം പ്രവർത്തിക്കണമെങ്കിൽ, അത് ഭരണഘടനാപരമായി പ്രവർത്തിക്കണമെങ്കിൽ, അത് എല്ലാ ജനങ്ങൾക്കും അനുഭവവേദ്യമാകണമെങ്കിൽ എല്ലാ രംഗങ്ങളിലും വ്യത്യസ്ത സമുദായങ്ങളുടെ വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ പ്രതിനിധാനം എല്ലാ രംഗങ്ങളിലും ഉണ്ടായിരിക്കണം. അങ്ങനെ മാത്രമേ ഇന്ത്യയെ നമുക്കൊരു വൈവിധ്യപൂർണമായ ജനായത്ത സമൂഹമായി നിലനിർത്താൻ കഴിയൂ. രണ്ടാമത്തെ പ്രശ്നം, ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സനാതന ധർമ്മവാദം എന്താണ് ചെയ്യുന്നത്? അടിസ്ഥാനപരമായി അത് ചെയ്യുന്നത് ഇന്ത്യയുടെ വൈവിധ്യത്തെ, വൈവിധ്യപൂർണമായ വിശ്വാസങ്ങളെ, വൈവിധ്യപൂർണമായ സംസ്കാരത്തെ, വൈവിധ്യങ്ങൾ അധിഷ്ഠിതമായ ഭക്ഷണക്രമങ്ങളെ, വൈവിധ്യങ്ങൾ അധിഷ്ഠിതമായ ജീവിത സംസ്കാരത്തെ, വൈവിധ്യങ്ങൾ അധിഷ്ഠിതമായ സാമൂഹ്യ വിചിന്തനങ്ങളെ, സാമൂഹ്യ ജീവിതത്തെ എല്ലാം ഈ സനാതന ധർമ്മം എന്ന് പറയുന്ന വ്യവസ്ഥ നിരസിക്കുന്നു. ആ സങ്കല്പം നിരസിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഹിന്ദുത്വവാദികളും യാഥാസ്ഥിതികരും ഒക്കെ തന്നെ സനാതന ധർമ്മത്തിന് വേണ്ടി രംഗത്ത് വന്നിരിക്കുന്നത്. സവർണ ഭരണകൂട ശക്തികൾ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം സനാതനധർമ്മം അടിസ്ഥാനപരമായി ചാതുർവർണ്ണയത്തെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു, അത് വൈവിധ്യത്തെ നിരസിക്കുന്നു. അതെങ്ങനെയെന്ന് വിശദമാക്കാം. ഒരു ഉദാഹരണത്തിന്, സനാതനധർമ്മം പറയുന്നത് ബ്രാഹ്മണ്യത്തെ എല്ലാവരും അംഗീകരിക്കണം, ബ്രാഹ്മണ്യം ശാശ്വതമായ ശുദ്ധമായൊരു ധർമ്മമാണെന്ന് പറയുന്നു. സനാതനധർമ്മം എല്ലാവരും അംഗീകരിച്ചു കൊള്ളണമെന്നുള്ളൊരു സുപ്രീമസി ആരോപിക്കാൻ ശ്രമിക്കുന്നു. അത് ഭരണഘടനയെ അടിസ്ഥാനമാക്കി നിലവിൽ വന്നിട്ടുള്ളതാണെന്ന് വാദിക്കുന്നു. ഇതൊക്കെ തന്നെ ഇന്ത്യൻ ഭരണഘടനയെ തന്നെ, ഇന്ത്യയുടെ വൈവിധ്യത്തെ തന്നെ നിരസിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് ചരിത്രപരമായൊരു കാര്യം. കാരണം ഈ സനാതന വർണ്ണാശ്രമ ധർമ്മം ചെയ്യുന്നത് ഇന്ത്യയിലെ വ്യത്യസ്ത വിശ്വാസങ്ങളെ നിർവീര്യമാക്കുകയാണ് എന്നുള്ളതാണ്. കാരണം യാതൊരു വിശ്വാസവുമില്ലാത്ത ആളുകളുണ്ട്. അവർ ചിലപ്പം ആധുനിക ഇന്ത്യയുടെ പ്രതിഭാസമനുസരിച്ച്, ചരിത്രമനുസരിച്ച് അവർ ചിലപ്പോൾ ഹിന്ദുമതത്തിൻ്റെ കള്ളിക്കകത്ത് പെടുന്നവരായിരിക്കാം. പക്ഷേ അവരെന്ത് ചെയ്യുന്നില്ല? അവർ വിശ്വാസികളായിരിക്കുകയില്ല. അവർ ചിലപ്പോൾ രാമനെയോ കൃഷ്ണനെയോ ആരാധിച്ചു കൊള്ളണമെന്നില്ല. അവർ ചിലപ്പോൾ ഇതിനെ വിമർശിച്ചെന്നിരിക്കും. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ ഈ വ്യത്യസ്ത പാരമ്പര്യങ്ങൾ ഈശ്വര നിഷേധപരമായ, വർണ്ണാശ്രമത്തിൽ വിശ്വസിക്കാത്ത, ജാതി വ്യവസ്ഥയെ സമ്പൂർണ്ണമായി നിരസിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ, ഒരുപാട് വൈവിധ്യങ്ങൾ ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ്. ബ്രാഹ്മണ്യം പറഞ്ഞു വെക്കുന്നത് മാംസം കഴിക്കാൻ പാടില്ല, എല്ലാവരും ശുദ്ധ വെജിറ്റേറിയന്മാരായിരിക്കണം. ഇത് ഇന്ത്യയുടെ വൈവിധ്യത്തെ തകർക്കലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാണ്ഡ്യ IITയുടെ ഡയറക്ടർ പറഞ്ഞൊരു കാര്യം, ഹിമാചൽ പ്രദേശിൽ വലിയ ഭൂകമ്പവും വെള്ളപ്പൊക്കവും ഉണ്ടാകുന്നതിന് കാരണം അവിടെയുള്ളവരെല്ലാം മാംസം കഴിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ്. ഈ ലോകവീക്ഷണം എവിടെ നിന്ന് വന്നു? ഈ ലോകവീക്ഷണം സനാതന വർണ്ണാശ്രമ ധർമ്മത്തിൽ നിന്നാണ് ഈ ലോകവീക്ഷണം ഉണ്ടാകുന്നത്. ചാതുർവർണ്ണയത്തിൻ്റെ ജാതിബോധത്തിൽ നിന്നാണ് മാംസം കഴിക്കുന്നവരെല്ലാം അശുദ്ധരാണ് എന്ന് പറയുന്ന ലോകബോധം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിലെ വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ ഭക്ഷണ സംസ്കാരത്തെ തന്നെ ഒരു ഏകാത്മകമായ സത്തയായി സനാതന വർണ്ണാശ്രമ ധർമ്മത്തിൻ്റെ വ്യാഖ്യാതാക്കൾ പറയാനും സ്ഥാപിക്കാനും ശ്രമിക്കുന്നു. ഇന്ത്യയിലെ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ പശുവിൻ്റെ മാംസം കഴിക്കുന്നവരുണ്ട്. പലവിധത്തിലുള്ള മാംസഭക്ഷണങ്ങൾ അവരുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്ത ഭക്ഷണ സംസ്കാരത്തെ തന്നെ
ഇല്ലാതാക്കുകയാണ് സനാതന വർണ്ണാശ്രമധർമ്മം ചെയ്യുന്നത്. അത് നിർബന്ധമായിട്ടും ബ്രാഹ്മണർ ഉത്തമ പുരുഷ സങ്കല്പമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. വ്യത്യസ്ത മനുഷ്യരെ അംഗീകരിക്കുന്നില്ല, സ്ത്രീകളെ അംഗീകരിക്കുന്നില്ല, അടിത്തട്ട് ജനസമൂഹങ്ങളെ അംഗീകരിക്കുന്നില്ല. ഐത്തം നിലനിർത്താൻ സനാതന വർണ്ണാശ്രമധർമ്മ വ്യവസ്ഥയെ ആഗ്രഹിക്കുന്നു. ഇപ്പോഴും ആ വ്യവസ്ഥ അനുസരിച്ചാണ് ഇന്ത്യയിലെ സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹിക കാലാവസ്ഥ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ പല ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും ദളിതർക്ക് പ്രവേശനമില്ല. അത് ദളിതർക്കാർക്കെങ്കിലും ക്ഷേത്രത്തിൽ പ്രവേശിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ല ഇതിവിടെ സൂചിപ്പിക്കുന്നത്. മറിച്ച് ഈ സനാതന വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥയെ പരിപാലിക്കുന്ന ഒരു വ്യവസ്ഥ, ഒരു സാമൂഹ്യ സങ്കല്പം ഇന്ത്യയിൽ ഇന്നും തുടരുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ പോലും ശബരിമലയിൽ ഇന്നും ഒരു മേൽശാന്തിക്ക്, ഒരു അബ്രാഹ്മണ മേൽശാന്തി ആകാൻ സാധിക്കുന്നില്ല, ഒരു അബ്രാഹ്മണന് മേൽശാന്തി ആകാൻ കഴിയുന്നില്ല. ഗുരുവായൂരിൽ ഇപ്പോഴും ഒരു അബ്രാഹ്മണൻ മേൽശാന്തിയാകാൻ കഴിയത്തില്ല. കാരണം വേദങ്ങളൊക്കെ ചൊല്ലി പഠിച്ച യാഗപാരമ്പര്യമുള്ളൊരു ബ്രാഹ്മണൻ്റെ കുടുംബത്തിന് മാത്രം അത് ചുരുക്കി കെട്ടിയിരിക്കുകയാണ്, ചുരുക്കി വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് 7 പതിറ്റാണ്ട് പൂർത്തിയായിട്ടും യഥാർത്ഥത്തിൽ അടിത്തട്ട് സമൂഹങ്ങൾക്ക് ഇന്നും ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. അതിന് കാരണം ഈ വൈവിധ്യത്തെ ഇന്ത്യയുടെ സവർണ പാരമ്പര്യം നിഷേധിക്കുന്നു. അത് ബ്രാഹ്മണ ത്രൈവർണിക പാരമ്പര്യമാണ് ഇന്ത്യയുടെ പാരമ്പര്യമെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഭക്ഷണ സംസ്കാരത്തിലൂടെ, പ്രാതിഥ്യ ജനായത്വത്തെ നിരസിക്കുന്നതിലൂടെ ഒക്കെ തന്നെ അടിസ്ഥാനപരമായി ഈ യാഥാസ്ഥിതിക സവർണ ത്രൈവർണിക പക്ഷം ചെയ്യാൻ ശ്രമിക്കുന്നത് ഇന്ത്യയുടെ ഈ വ്യത്യസ്ത പാരമ്പര്യങ്ങളിലൂന്നിയ, വ്യത്യസ്ത ജനായത്ത സംസ്കാരങ്ങളിലൂന്നിയ, വൈവിധ്യങ്ങളിലൂന്നിയ പാരമ്പര്യത്തെ തന്നെ നിർവീര്യമാക്കാനും അതുവഴി നാനാത്വത്തെയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംസ്കാരത്തെയും ഒക്കെ തന്നെ തിരസ്കരിച്ചുകൊണ്ട് ഒരു ഏകാത്മക രാഷ്ട്രത്തെ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ഫാസിസ്റ്റായ ഏകാധിപത്യ പ്രവണത ഉൾക്കൊള്ളുന്ന വാദങ്ങളെല്ലാം തന്നെ നിശിതമായി വിമർശിച്ചുകൊണ്ടും തള്ളിക്കളഞ്ഞുകൊണ്ടും മാത്രമേ ഇന്ത്യയെ ഒരു വൈവിധ്യപൂർണമായ സമൂഹമായി, ഒരു വൈവിധ്യപൂർണമായ രാജ്യമായി നിലനിർത്താൻ കഴിയൂ. എന്നാൽ മാത്രമേ ഇന്ത്യയിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യത്തിൻ്റെ വായു ശ്വസിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയൂ എന്നുള്ളതാണ് അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം. ആശയപരമായി, നിയമപരമായി, ധാർമ്മികമായി, സാമൂഹികമായി ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിൽ നിലനിൽക്കുകയാണ്. ഭരണഘടനാ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഡോക്ടർ BR അംബേദ്കറിൻ്റെ നേതൃത്വത്തിൽ എഴുതപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയാണ്. അദ്ദേഹം ഇന്ത്യൻ ഭരണഘടന സ്ഥാപിച്ചുകൊണ്ട് 1949 നവംബറിലാണെന്ന് തോന്നുന്നു ഒരു ഉപസംഹാര പ്രസംഗം നടത്തുമ്പോൾ ഡോക്ടർ BR അംബേദ്കർ പറയുന്നൊരു കാര്യം, ഇന്ത്യയിൽ ജനാധിപത്യം എന്നത് ഒരു ഉപരി വസ്ത്രം മാത്രമാണെന്നാണ്. ജനാധിപത്യം എന്ന് പറയുന്ന, ജനായത്വം എന്ന് പറയുന്ന ആശയത്തെ ഇന്ത്യക്കാർ ഇനിയും സ്വാംശീകരിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് എന്നും അംബേദ്കർ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് 7 പതിറ്റാണ്ടുകൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയെ അകമേ പിളർക്കുന്ന, ആന്തരികമായി തന്നെ അതിനെ തച്ച് തകർക്കുന്ന ധാരാളം സംഭവവികാസങ്ങൾ ഇന്ത്യയിൽ ഇന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഭരണഘടനയെ തന്നെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് ഇത്തരം സംഭവവികാസങ്ങളെല്ലാം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായപ്പെട്ട ഒരു വിഷയം സവർണ സംവരണം നടപ്പിലാക്കി എന്നുള്ളതാണ്. സംവരണം എന്ന് പറയുന്ന ആശയം വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ പ്രതിദാനത്തെ ഉൾക്കൊള്ളുന്നതാണ് എങ്കിൽ ഈ ഭരണകൂടങ്ങളിലും അതുപോലെ തന്നെ സാമൂഹിക ഈ രാഷ്ട്രത്തിൻ്റെ സംവിധാനങ്ങളിലും ഒക്കെ തന്നെ ഓൾറെഡി നിലവിൽ തന്നെ അമിത പ്രാതിനിധ്യമുള്ള വിഭാഗങ്ങൾക്ക് വീണ്ടും പ്രാതിനിധ്യം ലഭിക്കുന്ന രീതിയിലാണ് സവർണ സംവരണം നടപ്പിലാക്കിയത്. കേരളത്തിലെ ദേവസ്വം ബോർഡിൽ നിലവിൽ തന്നെ സവർണ വിഭാഗങ്ങൾക്ക് അമിത പ്രാതിനിധ്യമാണുള്ളത്. വീണ്ടും 10% കൂടി സവർണ സംവരണം അവർക്ക് ലഭ്യമാകുന്നതിലൂടെ മറ്റ് ജനവിഭാഗങ്ങൾക്ക്, ഈഴവാദി പിന്നോക്ക ജനവിഭാഗങ്ങളുടെ പ്രാതിനിധ്യം വലിയ രീതിയിൽ കുറയുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സമ്പൂർണ്ണമായി തിരസ്കരിക്കപ്പെടുകയാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെ സവർണ സംവരണം എന്ന് പറയുന്ന ആശയം തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രാന്ത ജനായത്ത ആശയത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് സവർണ സംവരണം തന്നെ നിലവിൽ വന്നത്. ഇങ്ങനെ വ്യത്യസ്ത കാര്യങ്ങൾ. 2, ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായിരിക്കണം എന്നുള്ളതാണ് ഭരണഘടനയുടെ സൃഷ്ടാക്കൾ വാഗ്ദാനം ചെയ്തത്. പക്ഷേ ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടന സന്ദർഭത്തിൽ നാം എന്താണ് കണ്ടത്? അവിടെ യാഗവും യജ്ഞവും നടക്കുന്നു, ഹോമം നടക്കുന്നു. ഇതൊക്കെ തന്നെ ഇന്ത്യയുടെ ഈ സെക്കുലർ എന്ന് പറയുന്ന ആശയത്തെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അത് നിലവിൽ വരുന്നത് എന്നുള്ളതാണ്. ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഈ മതേതരം എന്ന് പറയുന്ന, സെക്കുലർ എന്ന് പറയുന്ന ആശയത്തെ തന്നെ അത് വെല്ലുവിളിക്കുന്നു. അവിടെ
ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ ഒരു പുരോഹിതൻ്റെ കാൽക്കൽ വീഴുന്നു. അപ്പം ബ്രാഹ്മണ്യ പൗരോഹിത്യത്തിന് മുമ്പിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ദണ്ഡനമസ്കാരം ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം ഇന്ത്യൻ ഭരണഘടനയെ ബ്രാഹ്മണ്യത്തിന് വിധേയമാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനയെ ബ്രാഹ്മണ്യത്തിന് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നു. കേവലം ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ല സത്യത്തിൽ ഈ പൗരോഹിത്യത്തിന് മുമ്പിൽ വീഴുന്നത്, ഇന്ത്യൻ ഭരണഘടനയെ തന്നെയാണ് ബ്രാഹ്മണ്യത്തിന് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ വ്യത്യസ്ത സംഭവവികാസങ്ങളെല്ലാം തെളിയിക്കുന്നത് ഇന്ത്യയിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ദളിത് അക്രമങ്ങൾ, സ്ത്രീകൾക്ക് മേൽക്കുള്ള അതിക്രമങ്ങൾ, പിന്നോക്ക ജാതി വിഭാഗങ്ങളും മറ്റ് അടിത്തട്ട് സമൂഹങ്ങളും നേരിടേണ്ടി വരുന്ന വലിയ ഹിംസാത്മകത, ഇതെല്ലാം തെളിയിക്കുന്നത് ഭരണഘടനാ ജനാധിപത്യം സാർത്ഥകമായി നടപ്പിലാക്കുന്നതിൽ ഭരണകൂട ശക്തികൾ പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഭരണഘടനാ ജനാധിപത്യത്തെ ആന്തരികമായി തന്നെ സംഹരിക്കുന്ന നിരവധി സംഭവവികാസങ്ങൾ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അതിലേതാനും ചില ഉദാഹരണങ്ങൾ മാത്രമേ ഇവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. പക്ഷേ നിരവധിയായ സംഭവവികാസങ്ങൾ ഓരോ നിമിഷവും ഇന്ത്യയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ഒരു വളരെ ജാഗ്രതയോടുകൂടി സമീപിക്കുകയും വിമർശനാത്മകമായി സമീപിക്കുകയും ചെയ്തുകൊണ്ട് മാത്രമേ ഇന്ത്യയിലെ ഭരണഘടനാ ജനാധിപത്യത്തെ നമുക്ക് നിലനിർത്താൻ കഴിയൂ. അങ്ങനെ നിലനിർത്തുന്നതിലൂടെ മാത്രമേ ഇന്ത്യയിലെ എല്ലാ പൗരർക്കും ആത്മാഭിമാനവും അന്തസ്സുമുള്ള ഒരു ജീവിതം സാധ്യമാകും. കാരണം പൗരോഹിത്യത്തിനും ബ്രാഹ്മണ്യത്തിനും അടിപ്പെടുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് ആത്മാഭിമാനവും അന്തസ്സും ഇല്ലാത്തൊരു സമൂഹമായിരിക്കും. ബ്രാഹ്മണ്യം അടിസ്ഥാനപരമായി ആത്മാഭിമാനത്തിനും പൗരജനങ്ങളുടെ അന്തസ്സിനും വിരുദ്ധമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ബ്രാഹ്മണ്യത്തെയും സനാതന വർണ്ണാശ്രമ ധർമ്മത്തെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ആണ് ഇന്ത്യൻ ഭരണഘടന തന്നെ നിലവിൽ വന്നത്. അപ്പോൾ ബ്രാഹ്മണ്യത്തിനെതിരായ ഒരു പോരാട്ടമായിട്ടാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്ന് നാം ആഴത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട്. ബ്രാഹ്മണ്യത്തെ പരിപാലിക്കാനല്ല ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. കാരണം ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ഡോക്ടർ ബി.ആർ. അംബേദ്കർ ബ്രാഹ്മണ്യത്തിന് നിർവചനം കൊടുക്കുന്നുണ്ട്. അംബേദ്കർ പറയുന്നത് സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നീ 3 ആശയങ്ങൾക്കും എതിർ നിൽക്കുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരാണ് ബ്രാഹ്മണ്യമെന്ന് ഡോക്ടർ ബി.ആർ. അംബേദ്കർ ബ്രാഹ്മണ്യത്തിന് നിർവചനം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും സാഹോദര്യത്തിനും എതിരായ ഹിംസാത്മകമായ ആശയത്തിനെതിരെ പോരാടിയാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ നേതൃത്വത്തിൽ ഒരു ഭരണഘടന സ്ഥാപിതമായത്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും പരിപാലിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ പൗരജനങ്ങളും ഭരണഘടനാ ജനാധിപത്യം നിലനിൽക്കുന്നതിനായി പോരാടേണ്ടതുണ്ട്. ഗാന്ധി സനാതനധർമ്മത്തിൻ്റെ വക്താവായതുകൊണ്ട് സനാതനധർമ്മത്തെ എതിർക്കുന്നവർ ഗാന്ധിയാണ് എതിർക്കുന്നത് എന്നും ഗാന്ധി സനാതനധർമ്മത്തെ സ്വീകരിച്ചുകൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ ഇപ്പോൾ ഹിന്ദുത്വവാദികൾ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത്തരത്തിലൊരു സന്ദർഭത്തിലാണ് ഗാന്ധിയെ സ്വാധീനിച്ച സനാതനധർമ്മം എന്തായിരുന്നു എന്ന് പരിശോധിക്കേണ്ടി വരുന്നത്. ഗാന്ധി അടിസ്ഥാനപരമായി താനൊരു സനാതനിയായ ഹിന്ദുവാണ് എന്ന് അവകാശപ്പെട്ട ഒരാളാണ് എന്നതിന് ചരിത്രപരമായ ധാരാളം തെളിവുകളുണ്ട്. 1925 വൈക്കത്ത് വരുന്ന സമയത്ത് ഇണ്ടന്തുരുത്തി മനയുമായിട്ടുള്ള സംഭാഷണത്തിൽ തന്നെ ഗാന്ധി പറയുന്നത് താനൊരു സനാതനിയായ ഹിന്ദുവാണെന്നാണ്. താങ്കൾ ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന ഇണ്ടന്തുരുത്തി നമ്പ്യാരുടെ ചോദ്യത്തിനാണ് ഗാന്ധി ഇത്തരമൊരു മറുപടി പറയുന്നത്. താങ്കൾ കർമ്മത്തിലും പുനർജന്മത്തിലും വിശ്വസിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനും ഗാന്ധി കർമ്മത്തിലും പുനർജന്മത്തിലും വിശ്വസിക്കുന്നുണ്ട് എന്ന് മറുപടി പറഞ്ഞു. അടിസ്ഥാനപരമായി ഈ സനാതന വർണ്ണാശ്രമ ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ കർമ്മ പുനർജന്മ സങ്കല്പമാണ്. എന്താണ് കർമ്മ പുനർജന്മ സങ്കല്പം? അതായത് ഒരു അടിത്തട്ട് ജാതി വിഭാഗക്കാരൻ അയാൾ അങ്ങനെ ജനിക്കുന്നതിന് കാരണം അയാൾ മുജ്ജന്മത്തിൽ ചെയ്ത കർമ്മമാണ് എന്ന് കർമ്മ പുനർജന്മ സങ്കല്പം വിധിക്കുന്നു. ഒരു ബ്രാഹ്മണൻ അല്ലെങ്കിൽ ഒരു ത്രൈവർണികൻ, ഒരു സവർണൻ ഉന്നത കുലത്തിൽ ജനിക്കുന്നതിനും അയാൾ സമ്പത്തോടുകൂടി ധനധാന്യ സമൃദ്ധിയോടുകൂടി ജീവിക്കുന്നതിന് കാരണം അയാൾ ചെയ്ത മുജ്ജന്മ പുണ്യമാണെന്നും കർമ്മ പുനർജന്മ സങ്കല്പം സിദ്ധാന്തിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ കർമ്മ പുനർജന്മ സങ്കല്പത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി ചാതുർവർണ്ണ്യ ജാതിബദ്ധമായ ഒരു മൂല്യവ്യവസ്ഥയാണത് പുൽകുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ തെളിയുന്നത്.
അപ്പോൾ ഗാന്ധി ഈ കർമ്മ പുനർജന്മ സങ്കല്പത്തിലും അതുപോലെ തന്നെ ഈ താനൊരു സനാതനിയായ ഹിന്ദുവാണ് എന്ന് പറഞ്ഞതിലൂടെയൊക്കെ തന്നെ അദ്ദേഹം ഒരു സനാതന ധർമ്മത്തിൻ്റെ വക്താവായിട്ടാണ് രംഗപ്രവേശം ചെയ്യുന്നത്. ഇത് കൂടാതെ അദ്ദേഹം വൈക്കത്ത് വരുമ്പോൾ വൈക്കത്ത് ബോട്ട് ജെട്ടിയിൽ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്. ആ പ്രസംഗത്തിൽ ഗാന്ധി പറയുന്നത് മിശ്രവിവാഹവും മിശ്രഭോജനവും ഏതെങ്കിലും തരത്തിൽ വർണ്ണാശ്രമ ധർമ്മത്തിനെതിരായുള്ള ഒന്നല്ല. അതായത് വർണ്ണാശ്രമ ധർമ്മത്തെ തകർക്കുക എന്നുള്ളതല്ല മിശ്രവിവാഹത്തിൻ്റെയും മിശ്രഭോജനത്തിൻ്റെയും ലക്ഷ്യം എന്നും ഗാന്ധി പറയുകയുണ്ടായി. അപ്പോൾ ഇതും തെളിയിക്കുന്നത് അടിസ്ഥാനപരമായ ഒരു സനാതന ധർമ്മ ബോധ്യത്തിൽ നിന്ന് ഗാന്ധിക്ക് പുറത്തു വരാൻ സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗാന്ധി പിന്നീട് നാരായണ ഗുരുവുമായിട്ടുള്ള സംഭാഷണം നടക്കുന്നുണ്ട്. പൊതുവെ പറയുന്നത് നാരായണ ഗുരുവുമായിട്ടുള്ള സംഭാഷണത്തിന് ശേഷം ഗാന്ധിക്ക് മാറ്റമുണ്ടായി, ഗാന്ധിയുടെ ചാതുർവർണ്ണ ജാതി ബോധ്യങ്ങളിൽ നിന്ന് അദ്ദേഹം പുറത്തു കടന്നു എന്നൊക്കെ പൊതുവെ വാദിക്കാറുണ്ട്. പക്ഷേ 1937 ഗാന്ധി കുറുക്കഞ്ചേരിയിൽ വന്ന് തീയരുടെ ഒരു സമ്മേളനത്തിൽ അദ്ദേഹം തീയര് കൊടുത്ത മംഗളപത്രത്തിന് മറുപടിയായിട്ടുള്ള പ്രസംഗത്തിൽ ഗാന്ധി പറയുന്നത് വർണ്ണം ഒരു സാമ്പത്തിക നിയമമാണ് എന്നും അത് എല്ലാവരും പരിപാലിച്ചാൽ അതെല്ലാവർക്കും നല്ലതാണ് എന്നുമാണ് അദ്ദേഹം 37 വന്ന് പ്രസംഗിച്ചപ്പോൾ സൂചിപ്പിച്ചത്. ശിവഗിരിയിൽ നടന്ന സംഭാഷണത്തിലും വർണ്ണാശ്രമ ധർമ്മത്തെ പുകഴ്ത്തി ഗാന്ധി സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം ഗുരുവിനെ തെറ്റിദ്ധരിപ്പിക്കുക കൂടി ചെയ്തു. ഗാന്ധി പറഞ്ഞത് താൻ മുമ്പ് ഗുരുവുമായി സംവദിച്ച സമയത്ത് വർണ്ണാശ്രമ നിയമത്തെ എതിർത്ത് ഗുരു ഒന്നും പറയുകയുണ്ടായില്ല എന്ന് ശിവഗിരിയിലെ പ്രഭാഷണത്തിലും അതുപോലെ തന്നെ കുറുക്കഞ്ചേരിയിലെ സംഭാഷണത്തിലും ഒക്കെ തന്നെ വർണ്ണാശ്രമത്തെ ന്യായീകരിച്ചുകൊണ്ടും ഗുരുവിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും ഒക്കെ തന്നെ ഗാന്ധി രംഗത്ത് വരികയുണ്ടായി. പിന്നെ 36-37 കാലഘട്ടത്തിൽ അദ്ദേഹം കാസ്റ്റ് മസ്റ്റ് ഗോ എഴുതിയ സമയത്ത് ജാതി പോകണം എന്ന് പറഞ്ഞു ഗാന്ധി എന്നാണ് പൊതുവെ പറയുന്നൊരു കാര്യം. പക്ഷേ ജാതി പോകണം എന്ന് പറഞ്ഞ ഗാന്ധിയുടെ കാസ്റ്റ് മസ്റ്റ് ഗോ എന്ന പ്രബന്ധം ആരംഭിക്കുന്നത് തന്നെ വർണ്ണാശ്രമ ധർമ്മത്തെ സ്തുതിച്ചുകൊണ്ടാണ്. താൻ വർണ്ണാശ്രമ ധർമ്മത്തിൽ അഗാധമായി വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കാസ്റ്റ് മസ്റ്റ് ഗോ ആരംഭിക്കുന്നത്. ആ പ്രബന്ധത്തിൽ തന്നെ സൂചിപ്പിക്കുന്നത് ബ്രാഹ്മണരുടെ സ്പിരിച്വൽ ലീഡർഷിപ്പും അതുപോലെ തന്നെ തോട്ടിപ്പണിയും തുല്യമാണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഗാന്ധി കാസ്റ്റ് മസ്റ്റ് ഗോ എഴുതുന്നത്. ഇതിലൂടെ തന്നെ ജാതിയുടെ പരമായ വർണ്ണജാതി ഹിംസാ ബോധ്യങ്ങളെ ഗാന്ധി ചരിത്രപരമായ ആഴത്തിൽ തിരിച്ചറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യം. അതുകൊണ്ട് തന്നെ സനാതനധർമ്മ വിവാദം രംഗത്ത് വരുമ്പോൾ, സനാതനധർമ്മ വിവാദവും അതിനോടനുബന്ധിച്ച വാദവിവാദങ്ങളും പൊട്ടിപ്പുറപ്പെടുമ്പോൾ ഹിന്ദുത്വവാദികൾ സ്വാഭാവികമായി ഗാന്ധിയെ ആയുധമാക്കിക്കൊണ്ട് രംഗത്ത് വരുന്നത് സ്വാഭാവികമാണ്. കാരണം ഗാന്ധി ഈ പറയുന്ന രീതിയിലുള്ള ചാതുർവർണ്ണയത്തിൻ്റെ വർണ്ണാശ്രമ ബോധ്യങ്ങളെ അദ്ദേഹം തള്ളിക്കളഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. ജാതി പോകണമെന്ന് ഗാന്ധി പറഞ്ഞിട്ടുണ്ടാവാം, പക്ഷേ അദ്ദേഹം വർണ്ണാശ്രമ സിദ്ധാന്തത്തെ തള്ളിക്കളഞ്ഞിരുന്നില്ല. വർണ്ണാശ്രമ സിദ്ധാന്തങ്ങളെ അദ്ദേഹം നിരസിച്ചില്ല, അതിൻ്റെ മൂല്യമണ്ഡലത്തെ അദ്ദേഹം തിരസ്കരിച്ചിരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഡോക്ടർ BR അംബേദ്കർ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എഴുതുമ്പോൾ അതിനെതിരെ 36 രംഗത്ത് വരുന്നതും ഗാന്ധി തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഒരു ചരിത്ര സാഹചര്യത്തിൽ ഹിന്ദുത്വവാദികൾ ഗാന്ധിയെ തന്നെ ആയുധമാക്കിക്കൊണ്ട് രംഗത്ത് വരുന്നത് സൂക്ഷ്മമായ പര്യാലോചനയ്ക്ക് നാം വിധേയമാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ സനാതന ധർമ്മ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗാന്ധിയെ നമുക്ക് ആശ്രയമാക്കിക്കൊണ്ട് സനാതന ധർമ്മ വിവാദത്തെ ജനാധിപത്യവാദികൾക്ക്, മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കുന്നവർക്ക്, വൈവിധ്യപൂർണമായ സമൂഹത്തെ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗാന്ധിയെ വെച്ചുകൊണ്ട് പ്രതിരോധിക്കാൻ കഴിയില്ല എന്ന് നിരവധി സന്ദർഭങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട്, നിരവധി സന്ദർഭങ്ങളിലൂടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗാന്ധിയുടെ സനാതനധർമ്മവാദത്തെയും നിശിതമായി വിമർശിച്ചുകൊണ്ട് മാത്രമേ ഒരു ജനായത്ത സമൂഹത്തിൻ്റെ സൃഷ്ടിക്കായി നമുക്ക് പ്രയത്നിക്കാൻ കഴിയൂ.